കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നു. ഇന്നാണ് കേന്ദ്ര ബജറ്റ്. കേരളത്തിന് ഏറെ പ്രതീക്ഷകളുണ്ട്. നമുക്കൊപ്പം കോട്ടയത്തിൻ്റെ MP ഫ്രാൻസിസ് ജോർജാണ് ഉള്ളത്. കർഷകരൊക്കെ ഒരുപാടുള്ള ഒരു മണ്ഡലമാണ്. എന്താണ് കോട്ടയത്തിൻ്റെ പ്രതീക്ഷ? കോട്ടയം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇനിയിപ്പോൾ കോട്ടയത്തിൻ്റെ തന്നെ പറഞ്ഞാൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളാണ്. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമുക്കറിയാം റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിള എന്ന് പറയുന്നത്, ഒരു നാണ്യവിളയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ഒത്തിരി കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ് റബ്ബറിനെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക അസംസ്കൃത വസ്തു എന്നുള്ളതിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി ഒരു കാർഷിക ഉൽപ്പന്നം എന്നുള്ള നിലയിലേക്കാക്കണം. ബജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഗവൺമെൻറ് അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഉറച്ചൊരു നിലപാട് സ്വീകരിക്കണം. പക്ഷേ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൽ നമ്മുടെ ഒരു പ്രതീക്ഷ റബ്ബറിൻ്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില ഒരു 250 രൂപയെങ്കിലുമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. കാരണം ദീർഘകാലമായി റബ്ബർ കർഷകരും കേരളവും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ കേരളമാണ് റബ്ബറിൻ്റെ ഒരു ക്രേഡിൽ, ഒരു തൊട്ടിൽ എന്ന് പറയാവുന്നത്. കേരളമാണ് ഈ രാജ്യത്തെ ലോകത്തിലെ തന്നെ റബ്ബർ ഉൽപ്പാദക രാഷ്ട്രങ്ങളുടെ ഉന്നതമായ ഒരു പട്ടികയിലേക്ക് 4, 5, 6 രാഷ്ട്രങ്ങൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. ആ നിലയിലേക്ക് ഈ രാജ്യത്തെ വളർത്തിയത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള റബ്ബർ കർഷകരാണ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ മാനിക്കാത്ത ഒരു നിലപാടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ന്യായവില ഉറപ്പാക്കുക, അവർക്കൊരു സുരക്ഷിതത്വം ഉറപ്പാക്കുക, ഈ കൃഷിയിൽ തന്നെ അവർ നിലനിന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും റബ്ബർ മേഖലയ്ക്ക് ഗണ്യമായ ഒരു സഹായം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കോട്ടയം എടുത്താൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസന കാര്യങ്ങളുണ്ട്. കോട്ടയം ഒരു ടെർമിനൽ സ്റ്റേഷനാക്കി മാറ്റണം. കോട്ടയത്ത് നിന്ന് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഈ ട്രെയിനുകളുടെ മെയിൻ്റനൻസ്, റിപ്പയർ ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ടെർമിനൽ സ്റ്റേഷനാക്കി കോട്ടയത്ത് പ്രഖ്യാപിക്കണം. കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അവിടെ അനുവദിക്കണം. അതുപോലെ തന്നെ കോട്ടയത്തേക്ക് ഇപ്പോൾ എറണാകുളത്ത് വന്ന് അവസാനിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാൽ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് അത് കോട്ടയത്തേക്ക് കൂടി ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഒട്ടേറെ ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യും. അങ്ങനെയുള്ള പല സർവീസുകളുണ്ട്. ഇത് ഒരെണ്ണം ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നാമത് ഒരു പാളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കിന് വേണ്ടിയിട്ടുള്ള സർവേ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ 2 സെക്ടറിലായിട്ട്. വാസ്തവത്തിൽ വേണ്ടത് ഒരു മൂന്നാമതൊരു ഡെഡിക്കേറ്റഡ് ലൈൻ, ഒരു ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് റെയിൽ കോറിഡോർ. അത് ഏറ്റവും അനുയോജ്യമാകുന്നത് മുംബൈ കന്യാകുമാരി എന്നുള്ള നിലയിൽ പ്രഖ്യാപിക്കും. അപ്പോൾ 4-5 സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ചെയ്യും. നമ്മുടെ വെസ്റ്റേൺ കോറിഡോറിന് മുഴുവൻ അത് പ്രയോജനം ചെയ്യും. നമ്മുടെ കൊങ്കൺ റെയിൽവേ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. കേരളത്തിൽ അധികം സ്ഥലത്തിൻ്റെ അക്വിസിഷൻ പ്രശ്നങ്ങളൊന്നും വരില്ല. നിലവിൽ റെയിൽവേക്ക് സ്ഥലമുണ്ട്. അവിടെ ബ്രോഡ് ഗേജ് സംവിധാനത്തിൽ ഒരു മൂന്നാമതൊരു റെയിൽ പാളം, അത് കേരളത്തിൽ അങ്ങിങ്ങത്തെ അപ്പോൾ നമുക്ക് ഈ ഹൈസ്പീഡ് ട്രെയിൻ, വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനുള്ള ഡെഡിക്കേറ്റഡ് ലൈനായിട്ട് അതിനെ മാറ്റാൻ കഴിയും. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം, കോട്ടയത്തിനോട് ചേർന്നുള്ള ഏറ്റുമാനൂർ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് എത്രയും വേഗം പൂർത്തിയാക്കണം. കൂടുതൽ സ്റ്റോപ്പുകൾ ഏറ്റുമാനൂർ ട്രെയിനുകൾക്ക് വേണം. മറ്റ് ചെറിയ സ്റ്റേഷനുകളുണ്ട്. ആ സ്റ്റേഷനുകളൊന്നും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താതെ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്താനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു റെയിൽവേ പാക്കേജ് കോട്ടയത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളം സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളാണെന്ന് 24,000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്പെഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഈ നിലപാട്. വേറെ ഒന്നും കൊണ്ടുമല്ല, കേരളത്തിലെ മറ്റ് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ, അതൊക്കെ വേറെ പ്രശ്നമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഫിസ്ക്കൽ ഫെഡറലിസത്തെക്കുറിച്ചും കോപ്പറേറ്റീവ് ഫെഡറലിസത്തെക്കുറിച്ചൊക്കെ ഒരു വാചാലമായി പറയുമ്പോൾ കേരളം പോലെ സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഒരു സംസ്ഥാനത്തിന് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട്, ഇപ്പോൾ GSTയുടെ അനുപാതത്തിൻ്റെ കാര്യത്തിൽ, അത് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ കേന്ദ്ര പൂളിൽ വരുന്ന ടാക്സ് സോഴ്സസ്, അത് ഈ ഡിവിസീവ് പൂൾ എന്ന് പറയും. അത് ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഈ ധനകാര്യ കമ്മീഷൻ അവാർഡിനെ മറികടക്കാൻ വേണ്ടി ഇപ്പോൾ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെസ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഈ ധനകാര്യ കമ്മീഷൻ അവാർഡിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ആ രീതിയിൽ സംസ്ഥാനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രീതി എടുക്കുകയാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ദോഷം നേരിടേണ്ടി വരുന്നത് കേരളമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നികുതി വരുമാനം ഫെഡറൽ സംവിധാനത്തിൽ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കൃത്യമായി വീതം വയ്ക്കാനുള്ള ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. GST റേഷ്യോയുടെ കാര്യത്തിലൊക്കെ ഒരു പുനർചിന്തനം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അനുഭവം വെച്ച് അത് സംബന്ധിച്ചൊരു പുനർചിന്തയും പ്രഖ്യാപനവും സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ
ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് വേണമെന്നുള്ള ആവശ്യം ഇനി അത് ചെയ്തിട്ടില്ല എങ്കിൽ ധനകാര്യ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ എം പിമാരെല്ലാവരും കൂട്ടായിട്ട് ഉന്നയിക്കും. എന്താണെങ്കിലും കോട്ടയത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെയും ആവശ്യങ്ങളെക്കുറിച്ചാണ് ഫ്രാൻസിസ് ജോർജ് റിപ്പോർട്ടിനോട് പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.